ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, അവിടുത്തെ പ്രിയ മക്കളായ ഞങ്ങളെ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾക്ക് ജീവൻ്റെ വചനം നൽകിക്കൊണ്ട് യഥാർത്ഥമായ വഴി ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ നയിക്കുന്ന അവിടുത്തെ വലിയ കരുണയെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. നല്ല ദൈവമേ, അങ്ങയുടെ വചനം പങ്കുവയ്ക്കുവാനും വചനം ശ്രവിക്കുവാനും പോകുന്ന അങ്ങയുടെ പ്രിയ മക്കളായ ഞങ്ങളെ അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ വചനം ശ്രവിക്കുന്ന എല്ലാ മക്കളെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ ജീവനും ആത്മാവും കൊണ്ട് ഈ മക്കളെ അവിടെ നിന്ന് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം പങ്കുവയ്ക്കുന്ന എന്നെ കർത്താവേ, അങ്ങയുടെ വചനം എൻ്റെ അധരങ്ങളിൽ വച്ചു തന്നുകൊണ്ട് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റി ജീവൻ്റെ വചനം ജീവൻ്റെ സമൃദ്ധിയിൽ നിറയപ്പെടുവാനും അത് സ്വീകരിക്കുവാനും അതിനനുസരിച്ച് ഫലം പുറപ്പെടുവിക്കുവാനും അവിടുത്തെ മക്കളായ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന് പരിപൂർണമായി സമർപ്പിച്ച പരിശുദ്ധി അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമാവിധം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ആമേൻ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനത്തിനടുത്തിരിക്കുന്ന തിരുവചന ഭാഗം പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതലും 4-ാം അധ്യായം 17 വരെയുള്ള തിരുവചനങ്ങളാണ്. നമ്മളിവിടെ കാണുക, ദൈവമായ കർത്താവ് മോശയെ വലിയ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുവാൻ വേണ്ടി വിളിക്കുകയാണ്. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ രക്ഷിക്കുവാനുള്ള ദൈവിക പദ്ധതി മോശയിലൂടെ പൂർത്തീകരിക്കുവാൻ വേണ്ടി ദൈവം മോശയെ തിരഞ്ഞെടുക്കുകയാണ്. ഈ വചന ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ വിളിക്ക് അനുസരിച്ച് മോശയുടെ ചില പ്രതികരണങ്ങൾ നമുക്ക് ഇന്ന് ധ്യാന വിഷയമായി എടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മോശയെ ദൈവം വിളിച്ചു. ഈ അടിമത്തത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ വേണ്ടി ആ മോശയെ തിരഞ്ഞെടുത്തപ്പോൾ മോശ ഒത്തിരി ഒഴികഴിവുകൾ ദൈവത്തോട് പറയുകയാണ്. ഒന്നാമതായിട്ട് മോശ ചോദിക്കുക, ഞാൻ ആരാണ് ഈ ജനത്തെ ഈ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാനായിട്ട് ശക്തിയുള്ളവൻ, കഴിവുള്ളവൻ, ഞാൻ ആരാണെന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട്. നമുക്കറിയാം, മോശ ഒരു കാലഘട്ടം ഈജിപ്തിലെ ഫറവോയുടെ രാജ്യഭവനത്തിലെ ആ കുടുംബത്തിലെ ഒരു അംഗമായിരുന്നു. എന്നാൽ 40 വർഷക്കാലം അദ്ദേഹം അവിടെ ജീവിച്ചു. പിന്നീട് ചരിത്രം നമുക്കറിയാം, സ്വന്തം ജനത്തിന് വേദനയിൽ പങ്കുചേരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇറങ്ങിച്ചെന്നപ്പോൾ സ്വന്തം ജനം തിരസ്കരിച്ചു. ഫറവോ അദ്ദേഹത്തെ കൊല്ലാനായി ശ്രമിച്ചു. അദ്ദേഹം അവിടെ നിന്ന് ഒളിച്ചോടി മീദിയായിൽ ജത്രോയുടെ ആടുകളെ മേയിച്ച് ജീവിക്കുന്ന കാലഘട്ടമാണ്. ഒരു 40 വർഷക്കാലം അദ്ദേഹം ജത്രോയുടെ കൂടെ അവൻ്റെ ആടുകളെ മേയിച്ച് ഈ ഒളിവാസത്തിലെന്ന പോലെ താമസിക്കുന്ന ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ 80 വയസ്സുണ്ട് മോശയ്ക്ക്. ദൈവമായ കർത്താവ് ഈ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തെ വിളിക്കുമ്പോൾ അകപ്പാടെ പ്രായമായ അവസ്ഥ, അകപ്പാടെ ഒറ്റപ്പെടുത്തപ്പെട്ട അവസ്ഥ. ഇപ്പോഴാണെങ്കിലോ ആ പ്രായത്തിൻ്റെ അവസ്ഥയിൽ ശാന്തതയിലൊക്കെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ദൈവം ഈ മോശയെ വിളിച്ചിട്ട് വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മോശ പറയുന്നുണ്ട്, ദൈവമേ, നീ എന്നെയാണോ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഇതിന് ശക്തനല്ല, എനിക്കതിനുള്ള കഴിവില്ല. പല ഒഴിക്കഴിവുകൾ മോശ ദൈവത്തോട് പറയുകയാണ്. അപ്പോൾ ദൈവമായ കർത്താവോടെ ശക്തമായിട്ട് പറയുകയാണ്. ഈ പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ കർത്താവ് പറയുകയാണ്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും, ഞാൻ നിന്നെ നയിക്കും, ഞാൻ നിന്നെ നിയന്ത്രിക്കും, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നീ ഒരു ഒഴികഴിവും പറയേണ്ട, നീ ഇതിനനുസരിച്ച് നിന്നെ തന്നെ സമർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, മോശ തൻ്റെ കഴിവിൽ, തൻ്റെ ഇല്ലായ്മയിൽ, തൻ്റെ പ്രായത്തിലൊക്കെ അടിസ്ഥാനം ഇട്ടുകൊണ്ട് ദൈവത്തോട് പറയുക. പക്ഷെ ദൈവം പറയുക, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവം നമ്മെ ഒരു വിളി ഭരമേൽപ്പിച്ച് വിടുമ്പോൾ അത് ദൈവത്തിൻ്റെ വിളിയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവം അതിശക്തമായിട്ട് ഇടപെടും. പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 31-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? ഏത് പ്രതിസന്ധിയെയും ഏത് എതിർപ്പുകളെയും നമുക്ക് പരാജയപ്പെടുത്താൻ പറ്റും എപ്പോൾ ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ. ദൈവം നമ്മെ ഒരു ജീവിത അന്തസ്സിലേക്ക്, ചിലപ്പോൾ കുടുംബജീവിതത്തിലേക്കായിരിക്കാം, പൗരോഹിത്യത്തിലേക്കായിരിക്കാം, ഏതെങ്കിലും ശുശ്രൂഷയിലേക്ക് ദൈവം വിളിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ കൂടെ നിന്ന് ദൈവം നമ്മെ ശക്തിപ്പെടുത്തി ബലപ്പെടുത്തും. നമുക്കറിയാം, നമ്മുടെ കഴിവ് കൊണ്ട് ജീവിക്കാൻ സാധിക്കുന്ന ഒരു ജീവിതം ഈ ലോകത്തിലില്ല. നിങ്ങൾ കുടുംബജീവിതം ജീവിക്കുന്നവരായിരിക്കാം. ഈ കുടുംബജീവിതം ജീവിക്കാനുള്ള ശക്തിയോ യോഗ്യതയോ പ്രാപ്തിയോ കഴിവോ ഒന്നും നിങ്ങൾക്കില്ല. പൗരോഹിത്യം ജീവിക്കുന്ന എനിക്കും ഏത് ജീവിതം ജീവിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നോക്കിക്കോ,
ആ ജീവിതം ജീവിക്കാനുള്ള കഴിവോ ശക്തിയോ പ്രാപ്തിയോ ആ വ്യക്തിക്ക് ഇല്ല. അത് ദൈവത്തിൻ്റെ ശക്തിയിൽ ദൈവത്തെ സ്വന്തമാക്കി ദൈവത്തോട് കൂടെ ജീവിക്കുമ്പോഴാണ് സാധിക്കുക. പൗലോസ്ലീഹ കൊരിന്തോസ്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 5ഉം 6ഉം തിരുവചനത്തിൽ പറയുന്നുണ്ട്, സ്വന്തമായി എന്തെങ്കിലും മേന്മ അവകാശപ്പെടാൻ ഞങ്ങൾക്കില്ല, ഞങ്ങളുടെ യോഗ്യത ദൈവത്തിൽ നിന്നത്രേ. അദ്ദേഹം ഉറപ്പിച്ചു പറയുക, സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു മേന്മ അവകാശപ്പെടാൻ ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ള യോഗ്യത ദൈവത്തിൽ നിന്നത്രേ. അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ സാധിക്കണം. എന്നാൽ മോശ ഇതാ സ്വന്തം കഴിവിൽ, സ്വന്തം പ്രായത്തിൽ, അല്ലെങ്കിൽ തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ മാത്രം അങ്ങോട്ട് വിശ്വാസം അർപ്പിച്ചിട്ടെന്ന പോലെ സംശയിച്ചുകൊണ്ട് ദൈവത്തോട് ചോദിക്കുക. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കണം. ദൈവം നമ്മുടെ കൂടെയുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, യുഗാന്തം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അവസാനം വരെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ടതില്ല. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ വേണ്ടി, കർത്താവിൻ്റെതായി തീരാൻ വേണ്ടി ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ലാഭമായതൊക്കെ നഷ്ടമായിട്ട് കണക്കാക്കുന്നു, നേട്ടമായതൊക്കെ ഉച്ചിഷ്ടം പോലെ കരുതുന്നു, യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ സ്വന്തമാക്കിക്കൊണ്ട് കർത്താവിന് സമർപ്പിച്ച പൗലോസ്ലീഹ ആ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് വന്നിട്ട് അത് അനുഭവത്തിൽ നിന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഫിലിപ്പിയർ 4:13 പറയുന്നുണ്ട്, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം സാധ്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന് ശക്തമാക്കുന്നതും ശക്തരാക്കുന്നതും ദൈവമാണെങ്കിൽ ആ ദൈവത്തിലൂടെ എല്ലാം സാധ്യമാണെന്നുള്ള വലിയ സത്യം നമ്മൾ മനസ്സിലാക്കുക. കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ടോ? കർത്താവ് മോശയോട് പറയാ, അങ്ങോട്ട് പറയാ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും, നീ എന്തിന് ഭയപ്പെടണം. അവിടെയും മോശ ഒഴികഴിവ് പറഞ്ഞ് മാറിപ്പോകാൻ ശ്രമിക്കുന്നത് വലിയ ഒരു തെറ്റായിട്ട് മാറിയിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ കൂടെ നിർത്തുവാൻ നമുക്ക് സാധിക്കണം. മാത്രമല്ല, ദൈവം നമ്മോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നമ്മുടെ സൃഷ്ടാവായ ദൈവം, നമുക്ക് ജീവൻ തന്ന ദൈവം, നമ്മെ കാത്തുപരിപാലിക്കുന്ന ദൈവം, നമ്മെ ഓരോ മേഖലകളിലും നയിക്കുന്ന ദൈവം, നമ്മുടെ ദൈവത്തിന് നമ്മെക്കുറിച്ച് വ്യക്തമായ പദ്ധതിയുള്ള ദൈവം, നമ്മുടെ നാശത്തിനു വേണ്ടി ഒന്നും അനുവദിക്കാത്ത ദൈവം നമ്മോട് പറയുകയാണ്, യുഗാന്തം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നമുക്ക് പ്രത്യേക മേന്മകളില്ല. ഒരിക്കൽ പോലും നമ്മൾ അഭിമാനിക്കേണ്ട, ചിന്തിക്കേണ്ട, എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ ശക്തി കൊണ്ട്, എൻ്റെ സാമ്പത്തികത കൊണ്ട്, എൻ്റെ വചന അല്ലെങ്കിൽ പ്രസംഗ ചാതുര്യം കൊണ്ട് എനിക്ക് എന്തെങ്കിലും നേടിയെടുക്കാമെന്ന് ഞാൻ കരുതുന്നുണ്ടെങ്കിൽ അതിൽ തന്നെ വലിയ തെറ്റാണ്. ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ബലഹീനരാണ്, നമ്മൾ നിസ്സഹായരാണ്. അത് മനസ്സിലാക്കി ദൈവത്തെ സ്വന്തമാക്കി ദൈവം കൂടെയുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തി ആ കർത്താവിനെ ചേർത്ത് പിടിക്കാൻ സാധിച്ചാൽ നമുക്കും ഉന്നതമായ വിജയം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ദൗത്യത്തിൽ സ്വന്തമാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിനുശേഷം വീണ്ടും ദൈവം ഉറപ്പിച്ച് പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ വീണ്ടും മോശ അടുത്ത ഒരു ചോദ്യം ചോദിക്കുകയാണ്, അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് ഉത്തരം പറയും? വീണ്ടും ചോദിക്കുക. മോശയ്ക്ക് സത്യം പറഞ്ഞ ഈ ദൗത്യം ഏറ്റെടുക്കാൻ യാതൊരു താല്പര്യമില്ല. അതിനനുസരിച്ച് ദൈവത്തിന് സമർപ്പിച്ച് ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാൻ ഒരു താല്പര്യമില്ലാത്ത അവസ്ഥ പോലെ നമുക്ക് തോന്നുക. അദ്ദേഹം ചോദിക്കുക, ദൈവമേ, നീ ആരെന്ന് ആ ജനം ചോദിച്ചാൽ ഞാൻ അവരോട് എന്തു പറയും? ഇനി എന്തിനു വേണ്ടി ഈ ഈജിപ്ത് ദേശത്തെ, അതും 400 വർഷമായിട്ട് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ഈജിപ്ത്, എന്തിനു വേണ്ടി ഈ ഈജിപ്തിനെ വിട്ടുപേക്ഷിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോകണം എന്ന് ഈ ജനം ചോദിച്ചാൽ ഞാൻ എന്തു പറയും ഈ ജനത്തോട്? അവിടെയും ദൈവമായ കർത്താവ് മോശയോട് പറയാ, നീ നിന്റെ ജനത്തോട് പറയണം, ഞാൻ തന്നെ, ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രാഹത്തിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം. നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന, നിങ്ങൾക്ക് ജീവനുണ്ടാകാൻ ആഗ്രഹിക്കുന്ന, നിങ്ങൾ സന്തോഷം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന, നിങ്ങൾ അടിമത്തത്തിൽ കഴിയാൻ ആഗ്രഹിക്കാത്ത ദൈവമാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്, പിതാക്കന്മാരുടെ ദൈവം. ആ ദൈവമാണ് ഞാനെന്ന് നീ അവരോട് പറയുക. മാത്രമല്ല, ആ ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദൈവമായ കർത്താവ് മോശയോട് പറയുകയാണ്, ഞാൻ എല്ലാ കാര്യങ്ങളും നിന്നെ കൊണ്ട് പറയിപ്പിച്ചോളാം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ എന്ത് ചോദ്യം, അതാണ് അവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, നിങ്ങൾ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരുമ്പോൾ എന്തു പറയണം, എങ്ങനെ പറയണം എന്ന് ആകുലപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ എന്തു പറയണമെന്ന് ആ സമയത്ത് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചിരിക്കും. ദൈവം നമ്മെ നയിക്കുമ്പോൾ, ദൈവം നമ്മെ നിയന്ത്രിക്കുമ്പോൾ എന്തു പറയണം, എങ്ങനെ പറയണമെന്ന് ദൈവമായ കർത്താവ് നമുക്ക് വ്യക്തമാക്കി തന്നിരിക്കും, അത് ഉറപ്പാണ്. അതുകൊണ്ട് ദൈവം എന്ത് ഭരം നമ്മെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചാലും,
വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം തിരുവചന കർത്താവ് പറയുക, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ. ഒരു വലിയ ഉത്തരവാദിത്വം ദൈവം ഏൽപ്പിക്കുകയാണ്. അതിന് എന്താണ് എങ്ങനെയാണെന്ന് പറയേണ്ടതെന്ന് ദൈവമായ കർത്താവ് നമുക്ക് വ്യക്തമാക്കി തന്നിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ടതില്ല. എന്നാൽ മോശ ഇവിടെയും ദൈവത്തോട് ഒരു പരിഭവം പോലെ തൻ്റെ ഇല്ലായ്മയെ തനിക്ക് പോകാൻ പറ്റാത്തതിൻ്റെതെന്ന പോലെ സംസാരിക്കുമ്പോൾ ദൈവം വീണ്ടും മോശയെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അനുചേട്ടൻ വീണ്ടും മോശ പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് ആ ജനം അംഗീകരിച്ചില്ലെങ്കിലോ എന്ന്. വീണ്ടും ഒരു പരാതിയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കണം, നമ്മളെ ദൈവം വിളിച്ചതാണെങ്കിൽ ദൈവം നമ്മെ നയിച്ചോളും, നമ്മെ നിയന്ത്രിച്ചോളും. പക്ഷെ മോശ ഈ ആകുലതയിൽ ഇതാകപ്പാടെ ദൈവം വിളിച്ചപ്പോൾ ഒരു വെപ്രാളം പോലെയാണ്. ഈ 80-ാമത്തെ വയസ്സിൽ ദൈവം വിളിച്ച് ഇതുപോലെ വലിയ ദൗത്യം ഏൽപ്പിക്കുമ്പോൾ ആകപ്പാടെ സംശയം. ആ മാനുഷികമായ ആ സംശയത്തിൽ നിന്ന് മോശ ചോദിക്കുകയാണ്, ആ ജനം എന്നെ അംഗീകരിച്ചില്ലെങ്കിലോ? ദൈവമായ കർത്താവ് പറയുക, ശക്തമായ അടയാളങ്ങളിലൂടെ നീ ആ ജനത്തെ ബോധ്യപ്പെടുത്തണം എന്നിട്ട് പറഞ്ഞിട്ട് ദൈവമായ കർത്താവ് നിൻ്റെ വടിയെടുത്ത് നീ താഴെയിട്. നിൻ്റെ കയ്യിൽ എന്താ ഇരിക്കുന്നത്? വടി. ആ വടി താഴെയിട്. താഴെയിട്ടു, അത് സർപ്പമായിട്ട് മാറി. ഒരു വലിയ അടയാളം ദൈവം കൊടുക്കുക. കർത്താവിൻ്റെ ശക്തി നിൻ്റെ കൂടെയുണ്ട്, കർത്താവിൻ്റെ ഇടപെടൽ നിൻ്റെ കൂടെയുണ്ട്. അത് മനസ്സിലാക്കാനും മനസ്സിലാക്കി കൊടുക്കാനും വേണ്ടി ദൈവമായ കർത്താവ് ഇതാ ഈ വലിയ അടയാളം കൊടുത്തു. മാത്രമല്ല വീണ്ടും പറഞ്ഞു, നിൻ്റെ കൈയെടുത്ത് നിൻ്റെ മാറിൽ വയ്ക്കുക. മോശ കൈയെടുത്ത് മാറിൽ വയ്ക്കുന്നുണ്ട്. ആ സമയത്ത് അത് വെളുത്ത് കുഷ്ഠമായിട്ട് മാറി ആ കൈവച്ച സ്ഥലം. മോശാകപ്പാടം ഞെട്ടി. ദൈവത്തിന് ശക്തി അടയാള സഹിതം മോശയ്ക്ക് കൊടുക്കുക. അത് കഴിഞ്ഞ് വീണ്ടും കർത്താവ് പറഞ്ഞു, നീ കൈയെടുത്ത് വീണ്ടും വയ്ക്കുക. വീണ്ടും വെച്ചു, ആ കുഷ്ഠം മാറി. പ്രിയപ്പെട്ടവരെ, അടയാളങ്ങളിലൂടെ ദൈവമായ കർത്താവ് തൻ്റെ വചനം സ്ഥിരീകരിച്ച് തൻ്റെ ജനത്തെ തന്നിലേക്ക് അടുപ്പിച്ച് തന്നെ അനുസരിക്കുവാൻ വേണ്ടി ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുമ്പോൾ ആ വ്യക്തിയിലൂടെ ഒത്തിരി അടയാളങ്ങൾ ദൈവം പ്രവർത്തിക്കും. അത് ആ വ്യക്തിയല്ല. വീണ്ടും മോശയുടെ ദൈവം പറഞ്ഞു, ഒന്നും കൂടി ഉറപ്പിച്ചു കൊടുക്കുക. നദിയിലെ വെള്ളമെടുത്ത് നീ കരയിലേക്ക് ഒഴിക്കുക. അതൊഴിച്ചപ്പോൾ അത് രക്തമായിട്ട് മാറി. അങ്ങനെ ഈ 3 അടയാളങ്ങൾ കൊടുത്ത് ദൈവം തൻ്റെ സാന്നിധ്യം കൂടെയുണ്ടെന്നും ദൈവത്തിൻ്റെ ശക്തി നിന്നിലൂടെ പ്രവർത്തിക്കുമെന്നും മോശയ്ക്ക് ഉറപ്പ് വരുത്തിയിട്ട് ദൈവം പറയാം, നീ ആ ജനത്തെ നയിക്കി, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ, ശക്തമായ ഇടപെടലുകളിലൂടെ ഞാൻ നിന്നെ നയിക്കും എന്ന് ദൈവമായ കർത്താവ് മോശയോട് പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, നമ്മുടെ ശുശ്രൂഷകളിൽ, കുടുംബജീവിതത്തിൽ, പൗരോഹിത്യ ജീവിതത്തിൽ, ഓരോ ദൗത്യ മേഖലകളിലും നമ്മൾ അനുഭവിച്ച് അറിയേണ്ട വലിയ കാര്യമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കിക്കോ. പലപ്പോഴും നമ്മുടെ പ്രവൃത്തിയല്ല, നമ്മുടെ കഴിവല്ല, നമ്മുടെ ശുശ്രൂഷയിൽ, കുടുംബത്തിലൊക്കെ നോക്കിക്കോ, ദൈവത്തിന് സമർപ്പിച്ച്, ദൈവത്തെ അനുസരിച്ച്, ദൈവത്തെ കൊണ്ട് ഇടപെടുത്തി നമ്മൾ ജീവിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ വലിയ പ്രവർത്തനം നമുക്ക് കാണാൻ പറ്റും. അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ, രോഗസൗഖ്യത്തിലൂടെ, സാമ്പത്തിക തകർച്ച മാറിപ്പോകുന്നതിലൂടെ, പല തടസ്സങ്ങളും കെട്ടുകളും ബന്ധനങ്ങളും അഴിഞ്ഞു പോകുന്നതിലൂടെ ദൈവത്തിൻ്റെ വലിയ ശക്തി പ്രകടമാകുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇത് ദൈവത്തിൻ്റെ വിളിയാണ്. ദൈവത്തിൻ്റെ വിളിയാണെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. മാത്രമല്ല, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, യുഗാന്തം വരെ നിൻ്റെ കൂടെ ഉണ്ടാകും. ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ആർക്കും നമുക്കെതിരെ നിൽക്കാൻ പറ്റില്ല. ഈ ലോകത്തിനോ, ഒരു പിശാചിനോ, ഒരു ശത്രുവിനോ, ഈ രോഗത്തിനോ ഒന്നിനും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എതിര് നിൽക്കാൻ പറ്റില്ല. മാത്രമല്ല, ദൈവം സർവശക്തനാണ്. ഏത് ആവശ്യമുണ്ടോ, ഏത് തടസ്സമുണ്ടോ അവിടെ ഇടപെടാനും ആ തടസ്സം മാറ്റാനും എല്ലാ മേഖലകളും അനുഗ്രഹത്തിലേക്ക് നയിക്കുവാനും ദൈവത്തിന് സാധിക്കും. ഈ വിശ്വാസമാണ് ദൈവമായ കർത്താവ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുക. എന്തിന്? ഏത് ശുശ്രൂഷ ചെയ്യുമ്പോഴും, ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ദൈവം ആഗ്രഹിക്കുന്നത് ഈ ഒരു മനോഭാവത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിന് സമർപ്പിച്ച്, ദൈവത്തെ കൊണ്ട് ഇടപെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ അതിൻ്റെ ദൗത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. അങ്ങനെ മോശയെ ദൈവം ഒരുക്കുകയാണ്. ഈ ഒരുക്കുന്ന സമയത്തും മോശയ്ക്ക് വീണ്ടും ഞാൻ പറയാം, ഇത് ഉൾക്കൊള്ളുവാനോ സ്വീകരിക്കാനോ പറ്റണില്ല. മോശ അടുത്ത കാരണം കൊണ്ടുവരികയാണ്. എന്താ പറയുന്ന മോശ? കർത്താവേ, എനിക്ക് സംസാര ശക്തിയില്ല, ഞാനൊരു വിക്കനാണ്, സംസാര പാഠവുമില്ല. അപ്പോൾ ദൈവമായ കർത്താവ് ഈ മോശയോട് പറയുക. പുറപ്പാടിന പുസ്തകം 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ ദൈവമായ കർത്താവ് മോശയോട് പറയുക, ആരാടായി സംസാര ശക്തി മനുഷ്യന് നൽകുന്നത്? ഒരു വലിയ ചോദ്യമാണ്. ആരാണ് മനുഷ്യന് സംസാര ശക്തി നൽകുന്നത്? പ്രിയപ്പെട്ടവരെ, മോശയെ കൊണ്ട് ദൈവമായ കർത്താവ് ഒരു വലിയ സത്യം അംഗീകരിപ്പിക്കുകയാണ്.
ഒരു മനുഷ്യൻ്റെ കഴിവ് എന്ന് പറയുന്നത് അവൻ്റെ സംസാര ശക്തി, അവൻ്റെ കാഴ്ചശക്തി, അവൻ്റെ കേൾവി ശക്തി, അവൻ്റെ ചലനശക്തി, അവൻ്റെ ഏത് ശക്തിയും എടുത്ത് നോക്കിക്കോ, അതൊന്നും അവൻ്റെ ശക്തിയല്ല. ദൈവം മോശയോട് ചോദിക്കുക, മോശ പറയുക, കർത്താവ് എനിക്ക് സംസാര പാഠവുമില്ല, ഞാനൊരു വിക്കനാണ്, ഞാനെങ്ങനെ ജനത്തോട് സംസാരിക്കും, ഞാനെങ്ങനെ ഈ ജനത്തിനു വേണ്ടി ഫറവയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ എനിക്കറിയത്തില്ല. അപ്പോഴും മോശ മനസ്സിലാക്കണമായിരുന്നു, ദൈവം പറഞ്ഞിരുന്നു, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, എന്തു പറയണമെന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കും, ഞാൻ നിനക്ക് ബോധ്യപ്പെടുത്തി തരും. ഇത് മനസ്സിലാക്കാതെ മോശ ഓരോരോ ഒഴികഴിവ് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് മാറാൻ ശ്രമിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കുക, ദൈവം കൂടെയുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ യാതൊന്നിനും നമ്മെ തടസ്സപ്പെടുത്താനോ നമ്മെ നിയന്ത്രിച്ച് കീഴടക്കാനോ നമ്മെ പരാജയത്തിലേക്ക് നയിക്കാനോ ഒന്നിനും കഴിയത്തില്ല. എന്തും തമ്പുരാൻ തരും. നമ്മുടെ ജീവിതത്തിൽ എന്തും തമ്പുരാൻ തരും. സംസാര ശക്തിയില്ലേ, സംസാര ശക്തി തരാൻ ദൈവത്തിന് പറ്റും. കാഴ്ചശക്തിയില്ലേ, കാഴ്ചശക്തി തരാൻ ദൈവത്തിന് സാധിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയും, നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിലും നമ്മുടെ വചന ശുശ്രൂഷകളിലും നമ്മുടെ പ്രാർത്ഥനകളിലുമൊക്കെ ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നതും ഇന്ന് ദൈവം പ്രവർത്തിക്കുന്നതും എന്തിനു വേണ്ടിയാ? ദൈവം കൂടെയുണ്ട് എന്ന് നമ്മൾ ബോധ്യം വരുത്തിക്കൊണ്ട് ഒത്തിരിയേറെ ഉന്നതമായ ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കുവാനും ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ദൈവത്തിൻ്റെ ശക്തി പ്രകടമാക്കിയ ഒരു ജീവിതം ജീവിക്കാനും വേണ്ടിയാണ് ദൈവമായ കർത്താവ് അതിശക്തമായ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുക. അപ്പോൾ ദൈവമായ കർത്താവ് മോശയോട് പറയാ, നിൻ്റെ സഹോദരൻ അഹറോനെ നീ കൂടെ വിളിച്ചോ. അഹറോനാണെങ്കിലോ 83 വയസ്സുണ്ട്. മോശയ്ക്ക് 80ഉം ഈ അഹറോന് 83 വയസ്സും. ഈ രണ്ട് പ്രായമായ വ്യക്തികൾ. അപ്പോഴും മോശയ്ക്ക് ഭയങ്കര സംശയമാണ്, ഇതെങ്ങനെ നയിക്കും, എങ്ങനെ നിയന്ത്രിക്കുന്നു. പ്രിയപ്പെട്ടവർ, നമ്മളൊക്കെ പലപ്പോഴും മാനുഷികമായി ചിന്തിക്കുന്നവരാണ്. എനിക്കെങ്ങനെ പറ്റും, എനിക്കെങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും, എനിക്കെങ്ങനെ സംസാരിക്കാൻ പറ്റും, ഈ പ്രായാധിക്യത്തിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ശക്തി എന്ന് പറയുന്നത്, വചനം പറയുന്നത് പോലെ, കർത്താവ് കൂടെയുള്ളവൻ കഴുകനെ പോലെ ചിറകടിച്ച് പറന്നുയരും. അവൻ എത്ര ഓടിയാലും തളരുകയില്ല, എത്ര നടന്നാലും അവൻ ക്ഷീണിക്കുകയില്ല. കാരണം കർത്താവിനെ ആശ്രയിക്കുന്നവൻ്റെ ശക്തി അത്രമാത്രം വലുതാണ്. ഇവിടെ ദൈവമായ കർത്താവ് മോശയോട് ദേഷ്യപ്പെടുന്നുണ്ട്. മോശ, ഇത്രയും ഞാൻ നിന്നോട് പറഞ്ഞു, ഇതെല്ലാം പറഞ്ഞിട്ടും അതിനൊന്നും മനസ്സിലാക്കാത്ത പോലെ ഈ മോശ പ്രതികരിക്കുമ്പോൾ ദൈവമായ കർത്താവ് മോശയോട് കോപിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഈ മോശയെ ദൈവമായ കർത്താവ് തൻ്റെ ദൗത്യത്തിന് വേണ്ടി നിർബന്ധിച്ചിട്ടെന്ന പോലെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിൽ ആക്കിക്കൊടുത്ത് ഈ വലിയ ഉത്തരവാദിത്വത്തിന് വേണ്ടി അഭിഷേകം ചെയ്തു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ തിരുവചന ഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശോധിക്കുക. പലപ്പോഴെങ്കിലും നമ്മുടെ ഓരോ ദൗത്യത്തിൽ പരാജയപ്പെട്ട് കിടക്കുന്നവരായിരിക്കും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ. പൗരോഹിത്യ ശുശ്രൂഷയിൽ, കുടുംബജീവിതത്തിൽ, ജോലി മേഖലകളിൽ, വചന ശുശ്രൂഷ മേഖലകളിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട്. പലപ്പോഴും നമ്മൾ നിരുത്സാഹപ്പെട്ട് പിന്നിലേക്ക് വലിയുന്നുണ്ട്. എനിക്ക് പറ്റുമോ? എനിക്കതിന് സാധിക്കുമോ? ഞാനതിന് കഴിവുള്ളവനാണോ? പ്രിയപ്പെട്ടവരെ, ഞാൻ എന്നുള്ള വ്യക്തി കഴിവ് ഇല്ലാത്തവനാണെന്ന് ആദ്യമേ തന്നെ അംഗീകരിക്കുക. അതാണ് പൗലോസ്ലീഹ കൊരിന്തോസ്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ ഈ പൗലോസ്ലീഹ ഒരു മുള്ളിൻ്റെ അനുഭവത്തിൽ ദൈവത്തിൻ്റെ അരികിലേക്ക് കടന്നു വരുന്നുണ്ട്. കർത്താവിനോട് പറയുക, ഈ മുള്ളെന്നെടുത്ത് മാറ്റു കർത്താവേ, ഇതെനിക്ക് തടസ്സമാണ്. നമ്മുടെ ജീവിതത്തിൽ പല മേഖലകളിലും നമ്മെ തടസ്സപ്പെടുത്തുന്ന തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. അതൊരു ബലഹീനതയാകാം, ഒരു പാപത്തിൻ്റെ മേഖലയാകാം, ഒരു ദുശീലത്തിൻ്റെ മേഖലയാകാം, ഒരു തലക്കദോഷത്തിൻ്റെ മേഖലയാകാം, നിയന്ത്രിക്കാൻ പറ്റാത്ത വികാരങ്ങളായിരിക്കാം, അമിതമായ കോപത്തിൻ്റെ മേഖലയായിരിക്കാം. പ്രിയപ്പെട്ടവർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കുക, ഈ എൻ്റെ ദൈവത്തിലേക്ക് അടുക്കുമ്പോൾ എൻ്റെ ദൈവം അതിശക്തമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് അതിൽ നിന്നൊക്കെ എന്നെ മോചിപ്പിച്ച് എന്നെ അനുഗ്രഹിക്കുമെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക. ഈ ഒരു അനുഭവത്തിൽ നിന്ന് നമ്മൾ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കണം. പിന്നെ ഞാൻ പറയും, ദൈവത്തോട് ആഴമായൊരു ബന്ധമുണ്ടാക്കുക. എൻ്റെ ദൈവം സർവശക്തനാണ്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മോനാണ്. എൻ്റെ ഈ ദൗത്യം, എൻ്റെ ഈ പൗരോഹിത്യം, എൻ്റെ ശുശ്രൂഷ എൻ്റേതല്ല, ദൈവത്തിൻ്റെതാണ്. എല്ലാം ദൈവത്തിൻ്റെതാക്കി മാറ്റുക. അങ്ങനെ ഈ ദൈവത്തിൻ്റെ ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പൗലോസ്ലീഹ അവിടെ ദൈവമായ കർത്താവ് പറയുക, നിനക്ക് എൻ്റെ കൃപ മതിയിടാ മകനെ.
ഇന്ന് ഓരോ മേഖലകളിലും നമ്മോട് കർത്താവ് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ: എന്ത് തടസ്സവും നിൻ്റെ നിൻ്റെ കുടുംബജീവിതം ജീവിക്കാൻ പറ്റണില്ല, സ്നേഹിക്കാൻ പറ്റണില്ല, വിശുദ്ധി ജീവിക്കാൻ പറ്റണില്ല, എന്തെങ്കിലും അവസ്ഥയുണ്ടെങ്കിൽ ഓർത്തോ, അവിടെ കർത്താവിന് ഒന്നേ പറയാനുള്ളൂ: നിനക്ക് എൻ്റെ കൃപ മതി. ഉടൻ തന്നെ പൗലോസ് അടുത്ത വചനത്തിൽ പറയുക: എൻ്റെ ബലഹീനതയിലാണ് കർത്താവിൻ്റെ ശക്തി പൂർണ്ണമായിട്ടും പ്രകടമാകുന്നത്. അതുകൊണ്ട് എൻ്റെ ബലഹീനതയിൽ ഞാൻ അഭിമാനിക്കുന്നു. അങ്ങനെ അഭിമാനത്തോടെ ആ ബലഹീനതയെ കർത്താവിങ്കിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആ കൃപയാൽ നിറയപ്പെടാനായിട്ട് പൗലോസ്ലീഹ പ്രാർത്ഥിക്കുമ്പോൾ അതിശക്തമായ അഭിഷേകം ഈ പൗലോസ്ലീഹയിൽ നിറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ അഭിഷേകത്തോടെ, ആ ശക്തിയോടെ പൗലോസ്ലീഹ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്: ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. നമ്മുടെ ദൗത്യത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഓരോ പ്രവർത്തന മേഖലകളിലും ഈ സത്യവചനം അംഗീകരിച്ച് അത് പ്രാവർത്തികമാക്കി സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ എൻ്റെ കുടുംബജീവിതം എന്തായിരിക്കുന്നുവോ ദൈവകൃപയാലാണ്. എൻ്റെ പൗരോഹിത്യം ദൈവകൃപയാലാണ്. നമ്മുടെ ജീവിതത്തെ ഈ ദൈവകൃപയാൽ നയിക്കുമ്പോൾ, ഈ ദൈവകൃപയാൽ നിയന്ത്രിക്കുമ്പോൾ, ഞാൻ പറയും വീണ്ടും അവിടെ പൗലോസ്ലീഹ 11-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്: എന്നിൽ ചൊരിയപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപ വൃഥാവിലായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരേക്കാൾ കൂടുതൽ ഞാൻ അധ്വാനിച്ചു, എന്നാൽ അതൊന്നും ഞാനല്ല, എന്നിൽ വസിക്കുന്ന ദൈവ കൃപയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, തമ്പുരാൻ്റെ കൃപ നിറഞ്ഞാൽ, തമ്പുരാൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രകടമായാൽ, നമ്മൾ എല്ലാവരേക്കാൾ കൂടുതൽ അതിമനോഹരമായ പൗരോഹിത്യ ശുശ്രൂഷ ഞാൻ ചെയ്യും. അതിമനോഹരമായ കുടുംബജീവിതം ഞങ്ങൾ ജീവിക്കും. അതിമനോഹരമായിട്ട് ദൈവകൃപ നിറഞ്ഞാൽ മക്കൾ പഠിക്കും. അതിമനോഹരമായിട്ട് ജോലി ചെയ്യും. അതിമനോഹരമായിട്ട് അഭിഷേകത്തിന് ശുശ്രൂഷ ചെയ്യും. പിന്നീട് മോശയെ നോക്കിക്കേ, അതിശക്തമായിട്ട് മോശ ഈ ജനത്തെ നയിച്ചു. ആ ഫറവയുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ ഇടപെട്ടുകൊണ്ട്, രാജ്യത്ത് ഇടപെട്ടുകൊണ്ട്, അടയാളങ്ങളിലൂടെ, അത്ഭുതങ്ങളിലൂടെ മോശ ആ ജനത്തെ നിയന്ത്രിച്ചു. അങ്ങനെ ആ ജനത്തെ മോചിപ്പിച്ച് ഇതാ വാഗ്ദത്ത നാട്ടിലേക്ക് നയിക്കുന്ന മോശയുടെ കരുത്ത്, മോശയുടെ ശക്തി, അടയാളങ്ങളിലൂടെ, അത്ഭുതങ്ങളിലൂടെ ദൈവത്തിൻ്റെ മക്കളെ നയിച്ച ആ വലിയ കരുത്ത് അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതാണ് കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്, ആവശ്യപ്പെടുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങയുടേതാണ് കർത്താവേ. ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ ശുശ്രൂഷ എല്ലാം അങ്ങയുടേതാണ്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് യാതൊരു യോഗ്യതയുമില്ല കർത്താവേ. അങ്ങാണ് ഞങ്ങളുടെ ബലം, അങ്ങാണ് ഞങ്ങളുടെ ജീവൻ, അങ്ങാണ് ഞങ്ങളുടെ കരുത്ത്. അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ എല്ലാം സാധ്യമാണ്. ഈ സത്യവചനം ഇന്ന് മോശയുടെ അനുഭവത്തിലൂടെ ഞങ്ങൾക്ക് നൽകിയ കർത്താവേ, അങ്ങയെ സ്വന്തമാക്കി ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങയുടേതാക്കി മാറ്റി, ഞങ്ങളുടെ ബലഹീനതയിൽ അങ്ങയുടെ കൃപ കൊണ്ട് നിറച്ച് യഥാർത്ഥമായ അഭിഷേകത്തിൻ്റെ പൂർണ്ണതയിൽ അങ്ങയുടെ കൃപയിലൂടെ ഒത്തിരിയേറെ അഭിഷേകത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് അങ്ങയുടെ മഹത്വത്തിൻ്റെ സാന്നിധ്യമായി ജീവിക്കുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ സകല ജീവിത മേഖലകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എല്ലാ തടസ്സങ്ങളും അങ്ങ് എടുത്തു മാറ്റി, അങ്ങ് ഞങ്ങൾക്കായി വഴിയൊരുക്കി, അങ്ങ് ഞങ്ങളെ അങ്ങയുടെ മഹത്വത്തിൻ്റെ വലിയ ഉപകരണങ്ങളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ, രക്തസാക്ഷികളെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. സ്വർഗത്തെ ലക്ഷ്യമാക്കി ഈ ലോക ജീവിതം ജീവിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും ഇടയാവുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ.